Hello dear students, we can continue our class. ഇനി നമുക്ക് എടുക്കാനുള്ളത് why the demand flows downwards that we have already discussed. Now market demand. What is mean by market demand? അപ്പോൾ ഒരു മാർക്കറ്റിൽ നമുക്കറിയാം there are various consumers. ഒരു മാർക്കറ്റിൽ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ കൺസ്യൂമേഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അവരുടെ ടോട്ടൽ ഡിമാൻഡിനെ പറയുന്ന പേരാണ് മാർക്കറ്റ് ഡിമാൻഡ്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് ഈസ് എ സമ്മേഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ് ഓക്കെ അറ്റ് വേരിയസ് പ്രൈസസ്. വ്യത്യസ്ത പ്രൈസുകളിൽ വേരിയസ് കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്തതിൻ്റെ ഒരു സമ്മേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് എ ടോട്ടൽ ഡിമാൻഡ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് okay at various prices. Okay, that is called the market demand. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് in market there are various consumers. Okay, consumers are there. അതുകൊണ്ട് അവർ ടോട്ടൽ ഡിമാൻഡ് അവരുടെ that means it is a summation of all individual demands at various prices. Okay, various പിന്നെ പ്രൈസസിൽ കൺസ്യൂമേഴ്സ് മാർക്കറ്റിലുള്ള മൊത്തം കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് എ സമ്മേഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ് അറ്റ് വേരിയസ് പ്രൈസസ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് അഗ്രിഗേഷൻ ഓഫ് ഡിമാൻഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നും നമുക്കിതിനെ പറയാം. അപ്പോൾ ടോട്ടൽ കമ്മോഡിറ്റി ഡിമാൻഡഡ് ബൈ ഓൾ ഇൻഡിവിജ്വൽസ് ഇൻ എ മാർക്കറ്റ് അറ്റ് വേരിയസ് പ്രൈസസ്. ഓക്കെ, ഇനി മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ഡിമാൻഡ്സിന് നമുക്കറിയാം, ഇൻഡിവിജ്വൽ ഡിമാൻഡ്സും നമ്മൾ അത് സം ചെയ്യുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതൊരു ഷെഡ്യൂൾ രൂപത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ വേരിയസ് പ്രൈസസ് ആർ ദർ പി എക്സ്. അപ്പോൾ ഇനി ഒരു പി എസ് നമുക്ക് നമ്മുടെ ഒരു സപ്പോസ് ഒരു എക്സ് എന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ്, മാർക്കറ്റിലെ പ്രൈസ് എന്ന് പറയുന്നത് 7, 6, 5, 4, 3, 2, 1 ആണ്. ഇതാണ് ദീസ് ആർ ദ പ്രൈസസ് ഓഫ് എ കമ്മോഡിറ്റി എക്സ്. ഓക്കെ, അപ്പോൾ സപ്പോസ് ദർ ആർ 2 കൺസ്യൂമേഴ്സ് ഇൻ എ മാർക്കറ്റ്. ഓക്കെ, രണ്ട് കൺസ്യൂമേഴ്സ് ഉണ്ട് ഒരു മാർക്കറ്റിൽ. ഒരു കൺസ്യൂമറുടെ ഡിമാൻഡിനെ QDX ക്വാണ്ടിറ്റി ഡിമാൻഡ് എക്സ് കമ്മോഡിറ്റി എക്സ് ബൈ ഇൻഡിവിജ്വൽ 1. ഓക്കെ, അതാണ് ഒരാളുടെ ഡിമാൻഡ്, അല്ലെങ്കിൽ എ എന്നുള്ള ആളുടെ ഡിമാൻഡാണ് QDX. സി ദി ഷെഡ്യൂൾ, ഈ ഡിമാൻഡ് ഷെഡ്യൂൾ നോക്കൂ. രണ്ടാമത് QDX2, ഇത് മറ്റൊരു കൺസ്യൂമറുടെ ഡിമാൻഡാണ്. അപ്പോൾ 7, സപ്പോസ് ഫോർ ₹7 ദ കൺസ്യൂമർ, ഫസ്റ്റ് കൺസ്യൂമർ, ദാറ്റ് മീൻ എക്സാമ്പിൾ എ, he demanded 0 amount. Okay, and for price, suppose price decreased to 6, he demanded 1 quantity. Again price falls to 5, he demanded 2 quantity. Price വീണ്ടും കുറഞ്ഞു 4, 3, വീണ്ടും 3 നിന്ന് 2 ആയി 1 ആയി. then the demand increases by 2, 3, 4, 5, 6 etc. Okay, അതാണ് ദിസ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. സപ്പോസ് കൺസ്യൂമർ എ ഇസ് എക്സ് ഡിമാൻഡ്, എ എന്നുള്ളവരുടെ ഡിമാൻഡാണ് QDX1. ഓക്കെ, അറ്റ് വേരിയസ് പ്രൈസസ്. നൗ ഹിയർ QDX2 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ഇൻഡിവിജ്വൽ 2 അല്ലെങ്കിൽ ബി ഇൻഡിവിജ്വൽ ബി അല്ലെങ്കിൽ കൺസ്യൂമർ ബി. അദ്ദേഹം ഫോർ പ്രൈസ് 7 ഹി ഡിമാൻഡഡ് 0 യൂണിറ്റ്സ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ പ്രൈസ് decreases from 7 to 6, 6 to 5, 5 to 4, 4 to 3, 3 to 2, 2 to 1. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസസ് ഫ്രം 1 to 2, 2 to 3, 3 to 4, 3 to 4, 4 to 5, 5 to 6. ഓക്കെ, അപ്പോൾ there are 2 individuals in a market A and B അസ്യൂം ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് QDX1 എന്നുള്ളത് എയുടെ ഡിമാൻഡാണ്. QDX2 എന്നുള്ളത് ബിയുടെ ഡിമാൻഡാണ്. ഇനി മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് അല്ലേ? മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ summation of individual demand schedules. Okay,
ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾസുകളിൽ തമ്മിൽ നമ്മൾ സം ചെയ്യുമ്പോൾ 7 രൂപയ്ക്ക് നമ്മൾ ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 0 + 0 = 0. ഓക്കെ, ഫോർ 6 rupees ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 1 + 1 = 2. ഫോർ 5 rupees total demand is equal to 2 + 2 = 4. For price 4 total demand is equal to 3 + 3 = 6. Okay, for price 3 total demand is equal to 4 + 4 = 8. For price 2 is equal to for price 2 the total demand is equal to 5 + 5 = 10, etc. അപ്പോൾ ഇങ്ങനെ സമ്മ് ചെയ്താൽ കിട്ടുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ലൈക്ക് ദ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ വി ക്യാൻ ഓൾസോ ഡിഫൈൻ മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഓക്കെ, അപ്പോൾ ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഇസ് ഡിറൈവ്ഡ് ബൈ ദി ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ഫോർ ദ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ ഓരോ വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവിനെ നമ്മൾ സമ്മ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് എന്ത് കിട്ടും? മാർക്കറ്റ് ഡിമാൻഡ്. Therefore it is a summation of market demand curve is the summation of all individual demand curve. ഓക്കെ, ആ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവിൽ എന്താണ്? അപ്പോൾ വേരിയസ് ക്വാണ്ടിറ്റീസ് ഡിമാൻഡഡ് ബൈ ദ ഇൻഡിവിജ്വൽ അറ്റ് വേരിയസ് പ്രൈസസ്, അങ്ങനെയാണ്. അപ്പോൾ അത് സം ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എ കർവ്. ദാറ്റ് കർവ് ഈസ് കാൾഡ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഓക്കെ, ഹിയർ സി ദ കർവ്. ഫസ്റ്റ് കർവ് ക്വാണ്ടിറ്റി demand by the consumer A. Second curve is the quantity demanded by the consumer B. Okay, third curve is the market demand curve. Actually this curve is the summation of first curve and second curve. Then we get some extended version of this, that is called market demand curve. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവിനെ കർവിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും വ്യത്യസ്ത പ്രൈസുകളിൽ അവർ ഡിമാൻഡ് ചെയ്തത് നമ്മൾ സം ചെയ്തിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫിന് പറയുന്ന പേരാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓക്കെ, അത് എന്താ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ രണ്ട് രൂപത്തിൽ ചേഞ്ച് സംഭവിക്കാം. ഒന്ന് ഒരു ഡിമാൻഡ് കർവിലുള്ള മാറ്റം. ഓക്കെ, ദാറ്റ് മീൻസ് മൂവ്മെൻറ്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. ഒരു ഡിമാൻഡ് കർവിൽ ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലോട്ട് മാറുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം സംഭവിക്കാം. മറ്റൊരു രൂപത്തിൽ മാറ്റം വരുന്നത് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയും. ഇത് എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആക്ച്വലി വിച്ച് ഈസ് ഓൾസോ കാൾഡ് ചേഞ്ചിങ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ദാറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. ഒരു ഡിമാൻഡ് കർവിലൂടെയുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡിമാൻഡ് കർവ്, സപ്പോൾ ഡിമാൻഡ് കർവ് DD, ആ ഡിമാൻഡ് കർവിൽ ABCD പൊസിഷൻ ഉണ്ട്. അപ്പോൾ എ പൊസിഷനിൽ നിന്നും ബിയിലോട്ട്, ബിയിൽ നിന്നും സിയിലോട്ട്, അല്ലെങ്കിൽ സിയിൽ നിന്നും ബിയിലോട്ട്, ബിയിൽ നിന്നും എയിലോട്ട്, ഈ മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് എക്സ്റ്റൻഷൻ ഡിമാൻഡ് ഓർ കോൺട്രാക്ഷൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. മൂവ്മെൻറ്റ് അലോങ് എ ഡിമാൻഡ് കർവ് ഈസ് കാൾഡ് എക്സ്റ്റൻഷൻ ഓർ കോൺട്രാക്ഷൻ ഡിമാൻഡ് കർവ്. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താ നമുക്കറിയാം. അപ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ സ്പെസിഫിക് പ്രൈസ് ക്വാണ്ടിറ്റി കോമ്പിനേഷൻ വിച്ച് ഇസ് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ഡിമാൻഡ് കർവ്. ഏതെങ്കിലും ഒരു ഡിമാൻഡ് കർവിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള പ്രൈസ് ക്വാണ്ടിറ്റി റിലേഷനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, എ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് refers to the effect of a price change on the quantity demand. ഓക്കെ, അപ്പോൾ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഡിമാൻഡ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇഫക്റ്റ് ഓഫ് എ പ്രൈസ് ചേഞ്ച് ഓൺ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് കാൾഡ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. അപ്പോൾ ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസിലുണ്ടാവുന്ന മാറ്റം മൂലം ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയോ കുറയുകയോ അല്ലെങ്കിൽ ചേഞ്ച് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, that means the change in the quantity demanded refers to a movement along the demand curve from one point
പ്രൈസ് ക്വാണ്ടിറ്റി കോമ്പിനേഷൻ ടു അനദർ പോയിന്റ്. അപ്പോൾ ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരേ ഡിമാൻഡ് കർവിൽ ഒരു പ്രൈസ് ക്വാണ്ടിറ്റി റിലേഷനുള്ള ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പ്രൈസ് ക്വാണ്ടിറ്റി റിലേഷനുള്ള മറ്റൊരു പോയിന്റിലേക്കുള്ള മൂവ്മെൻറ്റിനെ അലോങ് എ ഡിമാൻഡ് കർവ്, ഒരേ ഡിമാൻഡ് കർവിൽ ഉള്ള മൂവ്മെൻറ്റിനെയാണ് പ്രൈസ് എക്സ്റ്റൻഷൻ ഓർ കോൺട്രാക്ഷൻ ഡിമാൻഡ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചേഞ്ച് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ എ മൂവ്മെൻറ്റ് along the demand curve in the downward direction is called as extension demand or increase in the quantity demand. അപ്പോൾ അതുപോലെ thus increase in the quantity demand refers to effect of fall in price on the quantity demand. ഓക്കെ, ഇപ്പോൾ എന്താണ് എക്സ്റ്റൻഷൻ ഡിമാൻഡ് എന്ന് പറയുന്നത്? എക്സ്റ്റൻഷൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എ fall in price leads to increase in quantity demand is called extension demand. വെരി സിമ്പിൾ. പ്രൈസ് 1 രൂപയിൽ നിന്ന് 2 രൂപ പ്രൈസ് 2 രൂപയിൽ നിന്നും 1 രൂപയായിട്ട് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് എക്സ്റ്റൻഷൻ ഡിമാൻഡ്. ഓക്കെ, ഒരേ ഡിമാൻഡ് കർവ്, സപ്പോസ് സി ദ കർവ് OX ആക്സിസ് വി മെഷർ ക്വാണ്ടിറ്റി ഡിമാൻഡ്, OY ആക്സിസ് വി മെഷർ price of the commodity. We have 3 important points in demand curve A, B, C. ഓക്കെ, ഇനി ഈ കർവിൽ നിന്ന് നമുക്ക് എക്സ്റ്റൻഷൻ ഡിമാൻഡും കോൺട്രാക്ഷൻ ഡിമാൻഡും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് എക്സ്റ്റൻഷൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് fall in price of a commodity. Suppose we are at point B എന്നുള്ള പോയിന്റിലാണ്. പ്രൈസ് എന്ത് ചെയ്യാണ്? പ്രൈസ് P1 ആണ് അപ്പോൾ അല്ലേ. അപ്പോൾ പ്രൈസ് കുറഞ്ഞു, പ്രൈസ് P1 നിന്നും P2 ആയിട്ട് ഫാൾ ചെയ്തു, കുറഞ്ഞു. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? OM1 നിന്നും OM2 ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും അല്ലേ. അപ്പോൾ പ്രൈസ് കുറഞ്ഞത് മുഖേന ക്വാണ്ടിറ്റി ഡിമാൻഡ് M1 M2 എന്നുള്ള ഒരു അധികം എമൗണ്ട് വാങ്ങാൻ പറ്റി. അപ്പോൾ നൗ ദ പൊസിഷൻ ചേഞ്ച്ഡ് ഫ്രം പോയിന്റ് B to C അല്ലേ, ബിയിൽ നിന്ന് സിയിലോട്ട് മാറി. That change is called extension demand. On the other hand, contraction demand എന്ന് പറയുന്നത് എന്താണ്? fall in quantity എന്താണ്? അല്ലെങ്കിൽ decrease in quantity demand as a result of increase in price of the commodity. കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടിയത് കാരണം എന്ത് ചെയ്യുക? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫാൾ ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൺട്രാക്ഷൻ ഡിമാൻഡ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി ആർ അറ്റ് പോയിന്റ് ബി at which price of the commodity is OP1. ഓക്കെ, P1 എന്നുള്ള പോയിൻ്റാണ്. ഈ കർവിലോട്ട് നോക്കുക. ഇനി പ്രൈസ് ഇൻക്രീസ്ഡ് ഫ്രം OP1 ടു OP1 നിന്ന് OP ആയിട്ട് പ്രൈസ് കൂടി. അപ്പോൾ പ്രൈസ് കൂടിയപ്പോൾ എന്ത് ചെയ്തു? കൺസ്യൂമർ ചേഞ്ച്ഡ് ഹിസ് ഡിമാൻഡ് ബി എന്നുള്ള പോയിന്റിൽ നിന്നും എയിലോട്ട് ഡിമാൻഡ് എന്ത് ചെയ്തു? കുറഞ്ഞു ഇല്ലേ. അപ്പോൾ ബിഫോർ ഹി ഡിമാൻഡഡ് OM1 യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റീസ്. നൗ ഹി ഡിമാൻഡഡ് ഓൺലി OM യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ബിക്കോസ് പ്രൈസ് ഈസ് ഇൻക്രീസ്ഡ് ഫ്രം OP1 ടു OP. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് കാൾഡ് കോൺട്രാക്ഷൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടിയത് കാരണം, ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്തത് കാരണം ക്വാണ്ടിറ്റി ഡിമാൻഡ് കോൺട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ കുറയ്ക്കുന്നു. അതിന് പറയുന്ന പേരാണ് fall in quantity demand as a result of increase in price is called contraction demand. That we can understand with the help of this diagram. ഇനി ചേഞ്ച് ഡിമാൻഡ് നമുക്ക് മറ്റൊരു രൂപത്തിൽ പറയാം. ചേഞ്ച് ഡിമാൻഡ് ഫസ്റ്റ് നമ്മൾ മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് പറഞ്ഞു. ഇനി ചേഞ്ച് ഡിമാൻഡ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡിമാൻഡ്, ദാറ്റ് മീൻ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്, മറ്റൊരു ചേഞ്ചാണ് ഇനി പറയുന്നത്. ഇപ്പോൾ ഒരു കർവിലൂടെയുള്ള
ഒരു ഡിമാൻഡ് കർവിൽ ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇനി ചേഞ്ചസ് ഇൻ ഡിമാൻഡിലെ മറ്റു രണ്ട് വേർഷനാണ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, ഇൻക്രീസ് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് മെനി വേരിയബിൾ. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, രണ്ടാമത്തെ പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റ്, പ്രിഫറൻസ് ആൻഡ് അതർ സോഷ്യോ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്, അല്ലേ? പ്രീവിയസ് കൺസംഷൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇനി നമുക്കറിയാം പ്രൈസ് അല്ലാത്ത മറ്റ് ഫാക്ടേഴ്സ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത് ദർ ഇസ് എൻ ഇൻവേഴ്സ് അസോസിയേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നുള്ളതാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലേ? അവിടെ നമുക്കറിയാം ഓൾ അതർ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് വി ആർ കെപ്റ്റ് ആസ് കോൺസ്റ്റൻറ്റ്, അല്ലേ? നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുക ചെയ്യുന്നത്. എക്സാമ്പിൾ ഇൻകം കൺസ്യൂമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, പ്രൈസസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്, വെൽത്ത് ഓഫ് ഇൻഡിവിജ്വൽസ്, എക്സെട്ര. മെനി അതർ ഫാക്ടേഴ്സ് which are having a significant impact on quantity demand. But as far as law of demand is concerned, we kept all these factors as constant, അല്ലേ? കോൺസ്റ്റൻ്റ് ആക്കി വെക്കാം. അപ്പോൾ ഇനി ആ ലോ ഓഫ് ഡിമാൻഡിൽ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച അതർ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ദാറ്റ് ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ആ ഫാക്ടേഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചാൽ ഡിമാൻഡ് കർവിൽ വരുന്ന മാറ്റമാണ് എന്ത്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഓർ ഡിക്രീസ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? എ ചേഞ്ച് ഇൻ any of the variable other than price. Okay, അപ്പോൾ എങ്ങനെയാണ് ബാക്കിയുള്ള ഫാക്ടേഴ്സിലുണ്ടാകുന്ന ചേഞ്ച് അത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എങ്ങനെ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ എടുക്കുക, ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്ത് സംഭവിക്കുന്നു? ഓക്കെ, പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റിയിൽ ചേഞ്ച് സംഭവിക്കുകയാണ്. പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി കൂടുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്ത് സംഭവിക്കും? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് എ കൺസ്യൂമർ ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ മാറുകയാണ് അല്ലെങ്കിൽ അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്ത് സംഭവിക്കുന്നു? ആ സംഭവിക്കുന്നതിനെ പറയുന്ന പേരാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്? എ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് റെഫേഴ്സ് ടു ദ ഇഫക്റ്റ് ഓഫ് എ ചേഞ്ച് ഇൻ എ ഫാക്ടർ അതർ ദാൻ പ്രൈസ് ഓൺ ഡിമാൻഡ്. പ്രൈസ് അല്ലാത്ത മറ്റ് ഫാക്ടേഴ്സിലുണ്ടാകുന്ന ചേഞ്ച് അത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആര്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഇഫക്റ്റ് ഓഫ് എ ചേഞ്ച് ഇൻ എ ഫാക്ടർ അതർ ദാൻ പ്രൈസ് ഓൺ ഡിമാൻഡ്. പ്രൈസ് അല്ലാത്ത മറ്റ് ഏതെങ്കിലും ഒരു ഫാക്ടറോ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സോ ഈ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെയാണ് നമ്മൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ,
അതിൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഉണ്ട്, അതുപോലെ ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു എങ്ങോട്ടാണ്? ഷിഫ്റ്റ് ടു റൈറ്റ് വേർഡ്സ്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു റൈറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ സപ്പോസ് see the demand curve DD, that is our original demand curve. അപ്പോൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് ദ ഡിമാൻഡ് കർവ് ടു റൈറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഡിയിൽ നിന്നും ഡി ഡാഷ് എന്നുള്ള കർവിലോട്ട് മാറുകയാണെങ്കിൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നു. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നു. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നു. ഡിക്രീസ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഫ്രം ഡിമാൻഡ് കർവ് എങ്ങനെ? ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നു. ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയും. അപ്പോൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ഇൻഡിവിജ്വൽ ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസസ്. പ്രൈസ് അല്ലാത്ത മറ്റ് ഫാക്ടേഴ്സിലുണ്ടാകുന്ന ചേഞ്ച് മുഖേന ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് റൈറ്റ് വേർഡ് ഷിഫ്റ്റിംഗ് സംഭവിക്കുകയാണെങ്കിൽ അതിനെ ഇൻക്രീസിങ് ഡിമാൻഡ് എന്ന് പറയുന്നു. മറ്റേതോ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ എ കൺസ്യൂമർ ആസ് എ റിസൾട്ട് ഓഫ് falling the factor, അല്ലെങ്കിൽ falling the factors other than price. ഓക്കെ, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. പ്രൈസ് അല്ലാതെ മറ്റ് ഫാക്ടേഴ്സ് ഫാൾ എന്ന് പറയാനില്ല, എപ്പോഴും നമുക്ക് പറയാൻ കഴിയില്ല. അതിൽ അല്ലാത്ത മറ്റ് ഫാക്ടേഴ്സിലുള്ള ചേഞ്ചസ് മുഖേന ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയാം. അപ്പോൾ ബോത്ത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഡിമാൻഡ് ആർ ദ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് അല്ലാത്ത മറ്റ് ഫാക്ടേഴ്സിലുള്ള ഉണ്ടാകുന്ന മാറ്റം മുഖേന ക്വാണ്ടിറ്റി ഡിമാൻഡിൽ സംഭവിക്കുന്ന ചേഞ്ചിനെയാണ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വൈ ദ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ്, എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഓക്കെ, ദ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ദാറ്റ് കോസസ് എ ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് are the following. These are some, I am going to explain some factors which are the significant determinants of shift in demand. ഒന്നെന്താണ്? ഒന്ന് ഇൻകം. That means a change in income. നമുക്കറിയാം other factors which have significant influence on quantity demand. നമുക്കറിയാം അത് ഇൻകം പ്രധാനപ്പെട്ട ഒരു ഫാക്ടേഴ്സാണ് അല്ലെ അതർ ഫാക്ടേഴ്സിൽ. അപ്പോൾ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യാൻ കാരണമാണ്. ഇൻകം കൂടിയാൽ ഈ ഡിമാൻഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഇൻകം കൂടിയാൽ ഡിമാൻഡ് കൂടുന്നു, ഇൻകം കുറഞ്ഞാൽ നോർമൽ കേസ് ലക്ഷറി ഗുഡ്സിൻ്റെ കേസാണ് പറയുന്നത്, ഡിമാൻഡ് കൂടും. ഇൻകം കുറഞ്ഞാൽ ഡിമാൻഡ് കുറയും. ഇനി പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഇല്ലേ, ഇപ്പോൾ ടീ ആൻഡ് കോഫി അപ്പോൾ പിന്നെ നമുക്ക് എന്തുണ്ട്, കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഉണ്ട്, അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ട്. അപ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡ് ആണെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ അതിൽ മാറ്റം, അവരുടെ പ്രൈസിൽ മാറ്റം സംഭവിച്ചാൽ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം സംഭവിക്കുന്നു. ദാറ്റ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻസ് ഓഫ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ആൻഡ് പിന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസും മാറുന്നതിനനുസരിച്ച് നമുക്കറിയാം നമ്മുടെ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഇനീക്വാളിറ്റി. ഓക്കെ, a change in the distribution of income will shift to the right the demand curve for a commodity, but most by those gaining income. അപ്പോൾ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, സൊസൈറ്റിയിലെ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം സംഭവിച്ചാൽ അത് ഡിമാൻഡ് കൂടും. ഓക്കെ, ഡിമാൻഡിൽ മാറ്റം സംഭവിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഇക്കണോമിക്സിൽ അതിന് ഇനീക്വാളിറ്റി എന്ന് പറയും. കൂടുതൽ ആളുകൾ പിന്നെ കോൺസെൻട്രേഷൻ ആരുടെ കയ്യിലാണോ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ, ഇൻകം കൂടുതൽ ആരുടെ കയ്യിലാണോ ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ
ചില ആളുകൾക്ക് കൂടുതൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ഡിമാൻഡ് കൂടും. മറ്റേ ആളുകൾക്ക് കുറച്ചേ കിട്ടുന്നുള്ളൂ എങ്കിൽ അവരുടെ ഡിമാൻഡ് കുറയും. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓക്കെ, ഇനി പോപ്പുലേഷൻ. ഇപ്പോൾ പോപ്പുലേഷൻ നമുക്കറിയാം, ജനസംഖ്യ, ഓരോ ഏരിയ അല്ലെങ്കിൽ റീജിയൻ അല്ലെങ്കിൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്, ഇത് ഈ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലുള്ള പോപ്പുലേഷനിൽ ചേഞ്ച് സംഭവിച്ചാൽ, പോപ്പുലേഷൻ കൂടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻക്രീസ്. പോപ്പുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, പിന്നെ പ്രൈസ് എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ ഫ്യൂച്ചറിൽ പ്രൈസ് കൂടും അല്ലെങ്കിൽ കുറയും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ അതും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡിമാൻഡിനെ സ്വാധീനിക്കും. ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഫ്യൂച്ചറിൽ പ്രൈസ് കൂടും എന്നാണ് നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ എങ്കിൽ കറണ്ട് പീരീഡിൽ കൂടുതൽ കമ്മോഡിറ്റി വാങ്ങും. അതുകൊണ്ട് ഡിമാൻഡ് കർവ് വിൽ ഷിഫ്റ്റ്. ഫ്യൂച്ചർ പ്രൈസ് കുറയും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ കൺസ്യൂമേഴ്സ് വിൽ ബൈ ഓൺലി എ ലിമിറ്റഡ് ക്വാണ്ടിറ്റി, ദെൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ fall. Okay, these are the important determinants of the demand curve shifts. Okay, thank you.